രാധാകൃഷ്ണൻ, ഈ കണ്ണൂർ ഈ വല്ലാത്ത കോലാഹലം നടക്കുന്നു. കുറേ കാലമായി തുടങ്ങിയിട്ട്. അതെ, CPM-ൻ്റെ അകത്ത്. ഇപ്പോൾ പി ജയരാജൻ സംസ്ഥാന മറ്റേ കമ്മിറ്റി യോഗമൊക്കെ കഴിഞ്ഞ് അതിൽ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് അവതരിപ്പിച്ചിട്ട് തിരിച്ച് അവിടെ ചെന്നു. അത് കഴിഞ്ഞപ്പോൾ നികേഷ് കുമാർ ഇവിടെ നിന്ന് അവിടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പോകുന്നു എന്നൊക്കെ വന്നു. അതിന് തൊട്ട് മുമ്പ് മനു തോമസ്, അദ്ദേഹം കുടിയേറ്റ മേഖലയിൽ നിന്നൊക്കെ ഉള്ളൊരു നേതാവാണ്. തോട്ടം മേഖലയിൽ തോട്ടമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം കുറെ നാളായിട്ട് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല. മുമ്പ് ജെയിംസ് മാത്യുവിന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അവിടെ പൊതുവെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെക്കാളൊക്കെ വലിയ നേതാക്കളാണ് ഈ ചെറുപ്പക്കാരെക്കാൾ. ആകാശ് തെലങ്കേരിയൊക്കെ, കൊടിസുനി, അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ അവിടെ നിന്ന്. കിർമാണി മനോജ്, ട്രൗസർ, ഇങ്ങനെ എന്തൊക്കെയോ ദുഷ്പേരുകളൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പം ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനു തോമസിനെതിരെ പി ജയരാജനെതിരെ മനു തോമസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉതിർന്നു കിട്ടുന്ന മണികൾ, രത്നമണികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ജയരാജൻ പറയുന്നത് മറ്റവൻ സ്വർണം പൊട്ടിച്ചിരുന്ന സംഘത്തിൽപ്പെട്ടാണ് മനു തോമസ്. മനു തോമസ് പറയുന്നത് പി ജയരാജൻ തന്നെ ഒരുപാട് കച്ചവടം, അങ്ങനെയൊന്നും പി ജയരാജനെ പറ്റി ആരും പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് സമ്പത്തിൽ ആഗ്രഹമില്ല എന്നാണ് പൊതുവെ കേട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കച്ചവട ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ജെയിൻ രാജാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊട്ടേഷൻ പരിപാടിയൊക്കെയാണ് ജെയിൻ രാജിന്. ഇങ്ങനെ ഇങ്ങോട്ടും ആക്ഷേപങ്ങളുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ നമ്മൾ രാഷ്ട്രീയം മാത്രം പറയുകയാണെങ്കിൽ ഈ മനു തോമസിനെ വേറെ ആരോ പാർട്ടിയിൽ നിന്ന് പി ജയരാജനെതിരെ രംഗത്തിറക്കിയതായിട്ട് വേണം കരുതാൻ. കാരണം അദ്ദേഹം ശൈലജയെ അവതരിപ്പിച്ചല്ലോ, അതങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് മനു തോമസിനോട് എന്നാ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അത് മനസ്സിലാക്കിയിട്ടായിരിക്കും. എന്നാൽ പിന്നെ ശരിക്കും മനു തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ഫ്രൈ ആണ് പി ജയരാജനെ സംബന്ധിച്ച്. ഒന്നുമല്ല അശു. പക്ഷെ ആക്രമിക്കാമെന്ന് വെക്കുന്നത് ആ മനു തോമസിന്റെ നേതാവിനിട്ട് കൊടുക്കാം എന്ന് തന്നെയാണ് എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും. അല്ലേ? അങ്ങനെയാണ്. അതായത് ഇതിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കണ്ണൂർ ലോബി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും ശക്തമായ ഗ്രൂപ്പ് VS അച്യുതാനന്ദൻ്റെ ഒരു കാലഹരണപ്പെടുന്നതോടുകൂടി, അച്യുതാനന്ദൻ പരാജയപ്പെട്ടതോടുകൂടി ഈ കണ്ണൂർ ലോബിയുടെ കയ്യിൽ പാർട്ടി ഒതുങ്ങി എന്ന് പറയുന്നതാണ് ശരി. ആ കണ്ണൂർ ലോബിയിലെ കരുത്തുറ്റ നേതാവായിട്ട് ഉയർന്നു വന്നത് പിണറായി വിജയനുമാണ്. പിണറായി വിജയൻ്റെ കൂടെ 1/4 ഡസൻ ജയരാജന്മാരും ഗോവിന്ദൻ മാഷും ബാക്കിയുള്ള സംഘങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദമായിട്ടാണ് നിന്നിരുന്നത്. ഒരു പ്രകാശൻ മാഷും ഉണ്ട്, അനുയായി വൃന്ദങ്ങളായിട്ടാണ് നിന്നിരുന്നത്. പിന്നെ ഒരു സതീഷ് ബാബു ഉണ്ടായിരുന്നു, അവിടെ എവിടെ നിന്ന് MLA ഒക്കെ ആയിരുന്നു. ഇവരൊക്കെ കൂടി ഇവരെല്ലാം സതീഷ് ചന്ദ്രൻ ഇവരെല്ലാം ഒരുമിച്ചാണ് നിന്നിരുന്നത്, ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിരുന്നത്. അതിൻ്റെ ഒരു കരുത്തുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളെ അടക്കി നിർത്താൻ ഈ കണ്ണൂർ ഗ്രൂപ്പിന് കഴിഞ്ഞിരുന്നു. സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കണ്ണൂർ ഗ്രൂപ്പിൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറയാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായാലും ശരിയായാലും അത് വേദവാക്യമായി കരുതി അംഗീകരിക്കപ്പെട്ടു പോന്നിരുന്നു. ഇതിനിടയിൽ അത് 3 പിരിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഒന്നാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിണറായി വിജയനും ഗോവിന്ദനും, പാർട്ടി സെക്രട്ടറിയായ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും ജില്ലാ സെക്രട്ടറി ജയരാജനുമാണ്. EP ജയരാജൻ എയറിൽ നിൽക്കുകയാണ് അവിടെ. കാരണം ഇതിലില്ല, ഇവർ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ പാല നഷ്ടപ്പെട്ട യക്ഷിയുടെ അവസ്ഥയിലാണ് EP ജയരാജൻ ഇപ്പം നിൽക്കുന്നത്. കാരണം കയറിയിരിക്കാനൊരു സ്ഥലമില്ലാത്ത രീതിയിലിരിക്കുകയാണ്. പി ജയരാജൻ അല്ലേ, പി ജയരാജൻ ഇവർക്കെതിരാണ്. ആർക്ക്?
പിണറായി ഗ്രൂപ്പിനോട് ശക്തമായ എതിർപ്പോടുകൂടി നിൽക്കുന്ന ഒരാളാണ്. പി ജയരാജനെ ഒതുക്കാവുന്നതിൻ്റെ പരമാവധി ഒതുക്കി ഇയാളെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആർക്കും വേണ്ടാത്ത ഖാദി ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം ഇയാൾക്ക് കൊടുത്തത്. പക്ഷേ അയാൾ ആ ഖാദി ബോർഡ് ഗംഭീരമാക്കി ഭരിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഈ തരത്തിൽ ഓർക്കണം. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിണറായിയെ മാറ്റിയാൽ കഴിഞ്ഞാൽ നമുക്ക് പകരം ആളില്ല എന്ന് പറഞ്ഞിരുന്നു. പിണറായിയെ മാറ്റണം എന്നൊരു ഡിമാൻഡ് പല ഭാഗത്തു നിന്നും വന്നപ്പോൾ, അന്ന് പരസ്യമായിട്ട് വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല പരസ്യമായിട്ട്. പക്ഷേ പിണറായിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് എന്നുള്ള കാര്യം പരസ്യമാക്കപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തി സംസ്ഥാന സമിതിയിൽ പലരും പറഞ്ഞ്, ജില്ലാ കമ്മിറ്റികളിൽ അനേകം പേര് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന് വരിക. അവിടെ ഞാനൊരു ചിലപ്പോൾ പ്രേക്ഷകർക്ക് അറിവിന് വേണ്ടി, കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനെ ഏറ്റവും ഗംഭീരമായി വിമർശിച്ചത് ഇപ്പോൾ അനാരോഗ്യമുള്ള പി കെ ഗുരുദാസൻ സഖാവാണ്. അതെ, അങ്ങനെ ഒരു ക്യാരക്ടറുള്ളൊരു സഖാവായിട്ട് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ്. അതെ, എല്ലാം കഴിഞ്ഞപ്പോൾ അതിൽ പങ്കെടുത്ത് ബേബിയും പറഞ്ഞു, പിണറായിക്ക് എതിരായ ചർച്ചയായതുകൊണ്ട് വളരെ മെച്ചപ്പെട്ട ചർച്ചയാണ് ഇവിടെ നടന്നത്. ബേബിക്ക് അത്രേ പറയാൻ പറ്റൂ. കാരണം അദ്ദേഹം ഒരുപാട് മോഹങ്ങളുമായി പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം അത്രയും പറഞ്ഞാൽ മതി, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന് മറുപടി ആയിട്ടാണ് പി ജയരാജൻ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഈ ശൈലജയെ മുഖ്യമന്ത്രി ആക്കണമെന്നല്ല പറഞ്ഞത്. ശൈലജ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേര് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും പൊതുജനങ്ങൾക്കിടയിലുമുണ്ട് എന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ, ഗോവിന്ദ, നീ പറയുന്ന രീതിയിൽ പകരം ആളില്ല എന്ന് പറയണ്ട, പകരം ആളുണ്ട് എന്ന സന്ദേശമാണ് കൊടുത്തത്. ഈ സന്ദേശം തീർച്ചയായിട്ടും പിണറായി പക്ഷത്തിന് സുഖിക്കുന്ന ഒന്നല്ല എന്നറിയാമല്ലോ. അല്ല, ഈ വടകരയിൽ ശൈലജ ടീച്ചറിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല പി ജയരാജനായിരുന്നു. അപ്പോൾ ആ തോൽവിയുടെ കാരണം പി ജയരാജനാണ് എന്നൊരു തിയറി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അല്ല, അത് കൊണ്ടുവരില്ല. അങ്ങനെയാണെങ്കിൽ കാര്യമുണ്ട്. ഈ 19 സ്ഥലത്തെയും തോൽവിയുടെ കാരണം ഓരോരുത്തരിൽ വെക്കേണ്ടി വരും. അത് വേണ്ടി വരും. അപ്പോൾ ഇവിടെ മാത്രമല്ല, അവിടെ പക്ഷെ അങ്ങനെ വേണമെന്നില്ല. കാരണം ഒരു സ്പെഷ്യൽ കേസാണ് ജയരാജൻ. ഇപ്പോൾ വാസവനെ പോലുള്ള ആളുകളൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജില്ലാ സെക്രട്ടറി ആയിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തിട്ടില്ല. അല്ല, പി ജയരാജന് ഈ പിണറായി പക്ഷത്തിന് ഇഷ്ടമല്ല. അതെ. പക്ഷേ പി ജയരാജനെ കുറിച്ച് പൊതുവെ കേട്ടിട്ടുള്ളൊരു കാര്യം എന്താണ്? പി ജയരാജൻ സത്യസന്ധനാണ്, അഴിമതിക്കാരനല്ല എന്നാണ്. വേറെ ആരെക്കുറിച്ചും അങ്ങനെ കൊല്ലാൻ വിരോധമില്ല എന്നും പറയാം. കൊല്ലാൻ യാതൊരു വിരോധവും ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ അഴിമതിക്കാരനല്ല എന്ന് പറയാറുണ്ട്. ബോംബുണ്ടാക്കിക്കുക തുടങ്ങിയിട്ടുള്ള ചില കലാവിരുദ്ധകൾക്ക് അണികൾക്ക് പ്രചോദനം കൊടുത്ത് അവരെ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ മാർഗത്തിലേക്ക് അവരെ തള്ളിവിടുകയാണ്. വരമ്പത്ത് കൂലി കൊടുക്കും. ശാസ്ത്രീയം ഉണ്ടല്ലോ, കാരണം ബോംബ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു വികസനത്തിലുണ്ടായതാണ്. ശാസ്ത്രമാണ്. അപ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ ഭാഗമായ ശാസ്ത്രമാണിത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ മനു മാത്യു പുറത്തായി കഴിഞ്ഞപ്പോഴേക്കും വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന്, മനു തോമസ് പുറത്താക്കപ്പെട്ട വരുന്ന കാര്യം, പി ജയരാജനെതിരെയാണ് ആക്ഷേപം. പി ജയരാജൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെടുന്നു, കൊട്ടേഷൻ സംഘത്തെ വളർത്തുന്നു, പാർട്ടിയുടെ സെറ്റപ്പിന് ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കും പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും ഉപയോഗത്തിനായി വിട്ടുകൊടുക്കുന്നു. പോരാളി ഷാജി തന്നെ പി ജയരാജനാന്നുള്ള മട്ടിലാണിപ്പോൾ. പോരാളി ഷാജി എന്ന പേരിലുണ്ടായിരുന്നത് പി ജയരാജനാണ്, അല്ലെങ്കിൽ ജയരാജൻ അറിയാവുന്ന ആർമി. പിന്നെ അത് മാത്രമല്ല, പി ജയരാജൻ്റെ മകനെ മുൻനിർത്തിക്കൊണ്ട് പി ജയരാജൻ അഴിമതിക്കാരനാണെന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഈ മനു തോമസ് ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കണം. സംരക്ഷണം പാർട്ടിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സംരക്ഷണം ഉറപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത്രയേറെ ധൈര്യപൂർവം പി ജയരാജനെ പോലുള്ള ഒരാൾക്കെതിരെ, അതും എവിടെയാണ്, കണ്ണൂർ, ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കാനായിട്ട്
ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അടുത്തും അകന്നും നിന്ന് നിരീക്ഷിച്ച് ബോധ്യപ്പെട്ട മനു തോമസ് ശ്രമിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കണ്ണൂർ ലോബി വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് ആ സംഘർഷം ചോര ചിന്തുമോ എന്ന കാര്യം മാത്രമേ ഇനി ആകാശത്തില്ലങ്കേരി അങ്ങനെ പറഞ്ഞിരുന്നു. കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാളുടെ ഭാഷ അതാണ്. പുള്ളിക്ക് അറിയാവുന്നൊരു കാര്യമല്ലേ പുള്ളിക്ക് പറയാൻ പറ്റും. അല്ല, അയാളുടെ ഒരു ഭാഷ അതാണ്. വയലൻസ് ഒരു ലാംഗ്വേജ് ഫോം കൂടിയാണ്, അതുകൂടി മറക്കരുത്. വയലൻസ് പലരുടെയും ഭാഷയാണ്. പലരും പ്രതികരിക്കുന്ന വാക്കുകൾക്ക് പകരം ആയുധമെടുത്ത് പ്രതികരിക്കുന്നവൻ്റെ ഭാഷയാണ് വയലൻസ്. അപ്പോൾ അതുകൊണ്ട് ആ വയലൻസിൻ്റെ ഭാഷയിലാണ് ആകാശ് തില്ലങ്കേരി പറയുന്നത്. ആകാശ് തില്ലങ്കേരി അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ആരതിൻ്റെ പിന്നിലുണ്ട്? അതെ, ആരോ ഒരാൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻനിരക്കാരുടെ പിന്നിലുള്ളവരുടെ കളികളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഈ മുൻനിരക്കാർ ഉണ്ടെങ്കിലും അതിൻ്റെ യുദ്ധം നടക്കുന്നത് പിൻനിരക്കാരുമായിട്ടാണ്. ആ പിൻനിരയിലുള്ളവർ ശക്തന്മാരാണെന്നല്ല, അതിശക്തന്മാരാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അണികൾക്കിടയിൽ ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ കണ്ട് അവരുടെ ബേസ് വോട്ട് ഇളകിപ്പോയിട്ടുണ്ട്. ഒരിക്കൽ ഇളകിക്കഴിഞ്ഞാൽ അത് തുടർന്നുകൊണ്ടിരിക്കും. കാരണം അതെല്ലാ കേഡർ ഓർഗനൈസേഷൻ്റെയും ഒരു രീതിയാണ്. അതുപോലെ പിണറായി വിമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പിണറായിയെ വിമർശിക്കാനുള്ള പേടി മാറിക്കഴിഞ്ഞാലേ വഴി പോകുന്ന എല്ലാവരും കയറി പിണറായിക്കെതിരെ പാർട്ടിയിൽ പറയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ടിംഗ് കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. എല്ലാ ജില്ലകളിലെയും റിപ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് ഏരിയയിലെ റിപ്പോർട്ടിംഗ് എല്ലാം വരാൻ പോകുന്നേ ഉള്ളൂ. മേഖലാ റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഏരിയ റിപ്പോർട്ടിംഗ് അടക്കം എല്ലാം കഴിഞ്ഞ് ബ്രാഞ്ചിൽ വരെ റിപ്പോർട്ടിംഗ് കഴിഞ്ഞാലല്ലേ ഇത് ചെയ്യുള്ളൂ. അത് വരുമ്പോഴേക്കും എല്ലാ രംഗങ്ങളിൽ നിന്നും ഒരു എതിർപ്പിൻ്റെ സ്വരം വരും. ആ എതിർപ്പിൻ്റെ സ്വരമാണ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് മൂഡിലേക്ക് പോയ നമ്മുടെ സുധാകരനിൽ നിന്ന് കേട്ടത്. ആ എതിർപ്പിൻ്റെ സ്വരമാണ്. സുധാകരൻ റിട്ടയർമെൻറ്റ് മൂഡിൽ പോയ ഒരാളാണ്. പക്ഷേ സുധാകരൻ വന്നത് പറയുന്നത് എന്താണെന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം സിദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓവർ മുസ്ലിം അപ്പീസ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം പിണറായി ഗ്രൂപ്പിൻ്റെ മാത്രം അജണ്ടയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് സിദ്ധിക്കുന്ന കാര്യം. അത് മനസ്സിലാകുന്നുണ്ട്. പിണറായി ഗ്രൂപ്പിൻ്റെ അജണ്ടയായിരുന്നു. ആ അജണ്ട എല്ലാവരും തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, അതിനെതിരെയുള്ള കലാപം കൂടി വരുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ കലാപങ്ങൾ അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ മുഹമ്മദ് റിയാസിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം കരുതാനായിട്ട്. മുമ്പൊക്കെ ആണെങ്കിൽ ധൈര്യം കിട്ടുക. പക്ഷേ ഒരു കാര്യമുണ്ട്, മടിയിൽ കനമുള്ള എല്ലാവരെയും പിണറായി വഴിയിൽ വെച്ച് തുണി ഉരിയും എന്ന കാര്യവും കൂടി നമ്മൾ മറക്കരുത്. അതാണിപ്പോൾ പി ജയരാജനെതിരെ വന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾ. അപ്പോൾ നമുക്ക് കാണാനുള്ളൊരു കാര്യം ചോര ചിന്തുമോ എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഗ്രൂപ്പ് വഴക്കുകൾ എന്നും ചോര ചിന്തിയാണ് അവസാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുമോ? ആര് നടത്താനായിട്ട്? ഇതിനൊക്കെ ജീവകാരുണ്യ പ്രവർത്തനം ചെടിച്ചട്ടി കൊണ്ടടിച്ചാലും ലാത്തി കൊണ്ടടിച്ചാലും അതൊക്കെ എന്താണ് ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് വെക്കേണ്ടി വരും. ആരുടെ ജീവൻ കാരുണ്യപൂർവ്വം എടുക്കും എന്ന കാര്യത്തിലാണ് തർക്കം അവശേഷിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.